നമുക്ക് ആദർശിന്റെയും നയനയുടെയും വരാൻ പോകുന്ന ദിവസങ്ങളിലെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് ആദർശം നയനയൊക്കെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോ അത് ഒട്ടും സഹിക്കാൻ പറ്റിയില്ല ജാനയ്ക്കും അബിക്കും ഒന്നും. കാരണം അവരിത്ര പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ജലജ അവര് വീട്ടിലേക്ക് വരാതിരിക്കുവാണെങ്കിൽ അത്ര സമാധാനം ഉണ്ടെന്ന് കരുതുക. പക്ഷെ എല്ലാം ഒരു നിമിഷം കൊണ്ടല്ല തകിടം പറഞ്ഞത്. പിന്നീട് ജാനകിയുടെ അടുത്ത് എന്നിട്ട് ജലജ ഭയങ്കര രഹസ്യമായിട്ട് പറഞ്ഞു, ജാനകി ഇനി നിന്റെ മോന്റെ MD സ്ഥാനം പോയത് തന്നെ. പിന്നെയും ചങ്കരൻ കോക്കനട്ട് ട്രീ എന്ന് പറഞ്ഞോണക്ക് അനിയെ പിടിച്ച് താഴെ ഇരുത്തിയിട്ട് അച്ഛൻ കണ്ടോ ആദർശന സ്ഥാനം കൊടുക്കും, MD സ്ഥാനം. ജാനകി പറഞ്ഞു, അതെങ്ങനെ ശരിയാവും? അനി കയറിയതിന് ശേഷമല്ലേ കമ്പനിയുടെ ഉയർച്ച ഉണ്ടായത്. ആദർശായിരുന്ന സമയത്ത് കമ്പനി ഇടിഞ്ഞു താണില്ലേ, 2-3 സ്ഥാനങ്ങളിലേക്ക് പോയില്ലേന്ന് ചോദിച്ചു. അതൊക്കെ ശരി തന്നെ, പക്ഷെ ഇവിടെ നീ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞില്ലെങ്കിൽ നിന്റെ മോനൊന്നും പിന്നെ കിട്ടാനൊന്നും പോകുന്നില്ല. നിനക്കറിയാലോ അവന്തികയും അനിയും തമ്മിലുള്ള വിവാഹകാര്യം. ഈ പറയുന്ന അവന്തിക മോൾക്ക് ഭയങ്കര താല്പര്യമാണ് കമ്പനി പോയി ജോലി ചെയ്യാനായിട്ട്. അനി MD ആയിട്ട് ഇരിക്കുവാണെങ്കിൽ അവൾക്കും ഇഷ്ടമുള്ള കാര്യമാണ്. കല്യാണം കഴിഞ്ഞിട്ട് വേണം അതിനെക്കുറിച്ചൊക്കെ ഒന്ന് തീരുമാനിക്കണം എന്നൊക്കെ അവൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. മാക്സിമം വിഷം കുത്തി നിറയ്ക്കുവാണ് ജാനകിയുടെ മനസ്സിലേക്ക്. ജാനകി പറഞ്ഞു, ഇനിയിപ്പൊ എന്താ ഉള്ളത്, നടക്കത്തൊന്നുമില്ല. ആദർശ് വന്നെന്നും പറഞ്ഞിട്ട് ആദർശനെ പിടിച്ച് ആ കസേരയിലിരുത്താനൊന്നും പറ്റുമൊന്നുമില്ല. ഭയങ്കര ടെൻഷനായിരുന്നു ജാനകിക്ക്. കാരണം തന്റെ മോന്റെ സ്ഥാനം പോവാ. മകൻ MD ആന്ന് പറഞ്ഞിട്ട് നിരത്തെങ്ങൊന്നും ആയിരുന്നില്ല ജാനകി. എപ്പോഴും ഈ പറയുന്ന അനിയെ ഇങ്ങനെ പുകഴ്ത്തിയിട്ട് മറ്റുള്ളവരെ താഴ്ത്തിക്കിട്ടുന്നൊരു സ്വഭാവമായിരുന്നു ജാനകിക്ക്. പക്ഷെ അതൊക്കെ ദേവേനെ കണ്ടില്ല കേട്ടിരുന്നൊക്കെ പറഞ്ഞിട്ട് പോകത്തുള്ളൂ. ഇതൊക്കെ എത്ര കണ്ടിരിക്കുന്നു എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു ദേവേനിക്ക്. പക്ഷെ അവര് വന്നു കഴിഞ്ഞപ്പോൾ മുത്തശ്ശനൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. ആദർശിനെ MD കസേരയിൽ ഇരുത്തണം. പിന്നീട് എല്ലാരെയും വിളിച്ചു കൂട്ടിയിട്ട് മുത്തശ്ശൻ ആ കാര്യം പറഞ്ഞു. ഇത്രയും നാളും കമ്പനിയുടെ MD സ്ഥാനത്ത് അനിയാണ്ടിരുന്നേ, അത് ഞാനെടുത്ത തീരുമാനമായിരുന്നു. ആ തീരുമാനം എന്തിനാണെന്ന് അറിയാവോ? ഇതിന്റെ പിന്നില് നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്ന ആരാണെങ്കിലും അവരെ വെളിച്ചത്ത് കൊണ്ടുവരണം. അതിന് ആദർശ് ഈ വീട് വിട്ട് പോകണമെന്ന് എനിക്കറിയണമായിരുന്നു. എനിക്ക് തോന്നിയിരുന്നു ഒരുപക്ഷെ അവൻ ഈ വീട്ടിലുണ്ടെങ്കിൽ അവന് സത്യങ്ങളൊക്കെ കണ്ടെത്താൻ പറ്റില്ലെന്ന് അറിഞ്ഞിട്ടാണ് ഞാനന്ന് അവനെ പുറത്താക്കിയത്. അല്ലാതെ അവനോടുള്ള ദേഷ്യം കൊണ്ടോ വിരോധം കൊണ്ടൊന്നും അല്ല. എനിക്ക് അവനെ അന്നും ഇന്നും എല്ലാം ഒരേ ഇഷ്ടം തന്നെയാണ്. നിങ്ങളെല്ലാവരും കരുതിയിരുന്ന എനിക്ക് അവനെ ഇഷ്ടമില്ലെന്ന്. പക്ഷെ അങ്ങനെയൊന്നും അല്ലാന്ന് പറഞ്ഞു. ദേവേനിയുടെ ജയന്റിയൊക്കെ കണ്ണ് ശരിക്കും നിറഞ്ഞു വന്നു. അച്ഛൻ ഇത്ര ദീർഘവീക്ഷണമുള്ള ആളാണോ? അവനും ബുദ്ധിമാനാന്നുള്ള കാര്യം എനിക്കറിയാവുന്ന ആദർശ. അതുകൊണ്ടാണ് അവൻ എത്രയും പെട്ടെന്ന് തന്നെ സത്യങ്ങളൊക്കെ കണ്ടെത്താനായിട്ട് പറ്റിയത്. ആ നാഗേന്ദ്രനെ കൈയോടെ പിടികൂടാനായിട്ട് പറ്റിയത്. പിന്നെ ഈ പറയുന്ന അബിയെ ഈ സെക്കൻഡിൽ തന്നെ പുറത്താക്കേണ്ടതാ. പക്ഷെ ഞാൻ അത് ചെയ്യുന്നില്ല. നവ്യനെ ഓർത്തു മാത്രം. പക്ഷെ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഇത്രയും നാളും അനിയാണ് ആ കസേരയിലിരുന്നത്. ഇനി ആ കസേരയിൽ ആദർശാണ് ഇരിക്കാൻ പോകുന്നത്. ഇനി അടുത്ത MD ആയിട്ട് ആദർശായിരിക്കും വരാൻ പോകുന്നത്. ജാനകി പെട്ടെന്ന് പറഞ്ഞു, അതെങ്ങനെ ശരിയാവും വെച്ചാ? അനി കയറിയതിന് ശേഷമല്ല കമ്പനിയിൽ ഉയർച്ച ഉണ്ടായത്. അജയൻ പറഞ്ഞു, നീ മിണ്ടാവൊന്നും ഇരിക്കുന്നുണ്ടോ? അനി കയറി ആ കസേരയിൽ ഇരുന്നുകൊണ്ട് ഉയർച്ച ഒന്നും ഉണ്ടാകത്തില്ല. പിന്നെ അച്ഛനല്ലേ എപ്പോഴും പറയാറ് കമ്പനിയുടെ MDക്കാണ് ക്രെഡിറ്റ് എന്നുള്ളത്. അതൊക്കെ ശരിയാ ജാനകി. പക്ഷെ അവരെ എപ്പോഴും സഹായിച്ചുകൊണ്ടിരുന്ന ആരാ? നയനയും ആദർശമല്ലേ. ഇവർ രണ്ടുപേരും ഇല്ലായിരുന്നെങ്കിൽ കമ്പനി ഒരു കാരണവശാലും ഒന്നാമതെത്തില്ലായിരുന്നു. അനി പറഞ്ഞു, എനിക്ക് സന്തോഷമുള്ള മുത്തശ്ശ. അല്ലെങ്കിലും ഞാനാണെങ്കിൽ എന്നാണ് ആ കസേര ഒന്ന് തിരികെ കൊടുക്കണം എന്നോർത്ത് വിചാരിച്ചിരിക്കുമായിരുന്നു. അല്ലെങ്കിൽ എനിക്ക് ആ കസേരയിൽ ഇരിക്കാൻ താല്പര്യമില്ല. അതൊക്കെ എനിക്ക് അറിയാടാ മോനെ എന്ന് മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു. നീ തന്നെ അവിടെ ഇരിക്കണം എന്നാണ് നിന്റെ അമ്മയുടെ ആഗ്രഹം. പക്ഷെ എനിക്ക് എൻ്റെ പൊന്നു മുത്തശ്ശ ആ കസേരയിൽ ഇരിക്കണ്ട. എങ്ങനെയെങ്കിലും ആദർശേണ്ട ആ കസേരയിലൊന്ന് ഇരുന്നാൽ മാത്രം മതി. എനിക്കത് മാത്രമേ ഉള്ളൂ. അത്രയും വലിയ ജോലി ഭാരമൊന്നും എന്നെ കൊണ്ട് താങ്ങാൻ പറ്റില്ല. അമ്മ അങ്ങനെ പലതും പറയും. അമ്മയ്ക്ക് അറിയില്ലല്ലോ. ശരിക്കും ആദർശേണ്ണ ഇല്ലായിരുന്നെങ്കിൽ എന്നേ കമ്പനി കൂപ്പുകുത്തി പോയാലെന്ന് പറഞ്ഞു. ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ആദർശേണ്ണെ വിളിച്ചു ചോദിക്കും. ആദർശേണ്ണൻ തരുന്ന നിർദ്ദേശത്തിനനുസരിച്ചാണ് ഞാൻ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അല്ലാതെ എൻ്റെ ബുദ്ധിയും കഴിവും പ്രാപ്തിയും കൊണ്ടൊന്നും അല്ല കമ്പനി ഇത്ര ഉയരത്തിലെത്തിയത്. അമ്മയുടെ വിചാരം ഞാൻ കാരണമാന്നാ. ജാനകിക്കാണെങ്കിൽ അടി കിട്ടിയ പോലെ നിൽക്കുക. എന്തേലും പറയാൻ പറ്റുമോ? ജലജ ഒന്ന് നോക്കി ജാനകി, ഇവളുടെ അഹങ്കാരം ഇത്ര കുറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു അബിക്ക് കസാര കിട്ടാതെ അനിക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവള് നിരത്തൊന്നും ആയിരുന്നില്ല. ഇപ്പൊ ഒരുപടി താന്നിട്ടുണ്ട് എന്നൊക്കെ ഒരു ചിന്ത ജലജയുടെ മനസ്സിലുണ്ടാവുകയും ചെയ്തു. പക്ഷെ ആ സമയത്ത് ആദർശ് പറഞ്ഞു, മുത്തശ്ശ എനിക്ക് ആ MD കസേരയിൽ ഇരിക്കണ്ട. അത് പറഞ്ഞാൽ എങ്ങനെയാ ശരിയാന്നേ? നീ ആ കസേരയിൽ ഇരുന്നുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് വരത്തുള്ളൂ. കാരണം അവിടെ ഇരുന്ന് ഈ കമ്പനി മുന്നോട്ട് കൊണ്ടുള്ള യോഗ്യത നിനക്കുണ്ട്. അതുകൊണ്ടാണല്ലോ എനിക്ക് ശേഷം നിന്റെ അച്ഛനോ അല്ലെങ്കിൽ ചെറിയച്ഛനോ പോലും ആ സ്ഥാനം കൊടുക്കാൻ നിനക്ക് ഞാൻ തന്നേ. നിനക്ക് അവിടെ ഇരിക്കാനുള്ള പ്രാപ്തി യോഗ്യത എല്ലാം ഉണ്ട് എന്ന് നീ തെളിയിച്ചു കഴിഞ്ഞതാന്ന് പറഞ്ഞു.
ആദർശൊരിക്കലും ആ കസേര മോഹിച്ചല്ല തിരികെ വീട്ടിലേക്ക് വന്ന് എല്ലാവരുടെ ഒപ്പം സന്തോഷമായിട്ട് കഴിയണം എന്നൊരു ചിന്തയായിരുന്നു. എനിക്കായിരുന്നു ഏറ്റവും കൂടുതൽ സന്തോഷം. ഇനിയിപ്പം ഈ വീട്ടിൽ കഴിയാലോ. ഇത്രയും നാളെന്ന് പറഞ്ഞ ഒരു വീർപ്പുമുട്ടലായിരുന്നു. അന്നൊരു സദ്യ തന്നെ ഉണ്ടായിരുന്നു അനന്തപുരി വീട്ടില്. ഈ സമയത്ത് അബിയൊക്കെ മാറി നിൽക്കുവാണ്, സദ്യ കഴിക്കാൻ താല്പര്യമില്ലാത്ത മട്ടില്. അബിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. മൊത്തം കാര്യങ്ങളും കൈവിട്ട് പോയിരിക്കുന്നു. ഇനിയുള്ള ഏക പ്രതീക്ഷ അവന്തിക അനിയും തമ്മിലുള്ള കല്യാണമാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് മുത്തശ്ശൻ ആ കാര്യം വെളിപ്പെടുത്തുന്നത്. അവന്തികയുടെ അനിയുടെ എൻഗേജ്മെന്റ് ആദർശം നയനയും കൂടെ വീട്ടിലെത്തിയല്ലോ, അതുകൊണ്ട് ഈ വരുന്ന ഞായറാഴ്ച അതിഗംഭീരമായിട്ടാണ് നടത്തണമെന്ന് പറഞ്ഞു. പക്ഷെ അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് സഹിച്ചില്ല. അനിയപ്പോൾ ഉള്ള കാര്യം തുറന്നു പറഞ്ഞു. ശരിയാത്തില്ല മുത്തശ്ശ, എനിക്കൊട്ടും താല്പര്യമില്ല എന്ന് പറഞ്ഞു. പക്ഷെ മുത്തശ്ശൻ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. മുത്തശ്ശൻ പറഞ്ഞു, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞ കാര്യമാണ്, അതിനൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല, അത് നടക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. അനി വിഷമത്തോടു കൂടി മുറിയിലേക്ക് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ആദർശം വന്നു. അനിയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എടാ നീ സമാധാനമായിട്ടിരിക്കുക. എങ്ങനെ സമാധാനമാവുന്ന ആദർശേട്ടൻ പറയണേ? ഈ പറയുന്ന നാഗേന്ദ്രന്റെ മോള് തന്നെയല്ലേ അവന്തിക? എനിക്ക് തോന്നേ അവന്തികയ്ക്ക് അയാളുമായിട്ട് കണക്ഷൻ ഉണ്ടെന്ന് തോന്നേ. അങ്ങനെയൊന്നുമില്ലടാ, അവന്തിക പാവാന്ന് പറഞ്ഞു. ആര് പറഞ്ഞു പാവാന്ന്? അയർലൻഡിൽ പോയതിന് വന്നതിന് ശേഷമല്ലേ അവൾക്ക് ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടായത്. നേരത്തെ ഈ പറയുന്ന അപ്പച്ചിയുടെ അബിയുടെ ഒക്കെ തനി സ്വരൂപമായിരുന്നല്ലോ. ആ വൃത്തികെട്ട സ്വഭാവം അവൾക്ക് മൊത്തം ഉണ്ടായിരുന്നു. എന്നിട്ടോ ഇപ്പോഴല്ലേ അവളുടെ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടായത്. എനിക്ക് തോന്നി ഇതൊക്കെ അവളുടെ അടവാണോന്ന് ഒരു സംശയമുണ്ട്. അല്ലെങ്കിൽ പിന്നെ എനിക്ക് അവളെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ടും അവൾ എൻ്റെ പിന്നാലെ തന്നെ നടക്കുവോ? ആദർശേട്ടാ, ഒരു കാര്യം ഞാൻ പറയാം, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അയക്കരുത്. ഇത്തവണ എന്താണെങ്കിലും ഞാനൊരു കാര്യം തീരുമാനിച്ചു. എൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന പെണ്ണ് അവൾ നല്ലവളായിരിക്കണം. അത് മാത്രമല്ല, ഇപ്പൊ എനിക്ക് ഇടപെടുന്നൊരു കല്യാണം വേണ്ട, എനിക്ക് കുറച്ച് സാവകാശം വേണം. ഞാനിന്ന് തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞു. ആദർശ് പറഞ്ഞു, എടാ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തശ്ശ സമ്മതിക്കും തോന്നുന്നുണ്ടോ? ആരൊക്കെ സമ്മതിച്ചാലും ശരി, സമ്മതിച്ചില്ലേലും ശരി, ഇപ്പൊ കല്യാണം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും അതിന് ഒരുക്കമല്ല എന്ന് പറഞ്ഞു. അനാമിയായിട്ട് ഡിവോഴ്സ് നടക്കട്ടെ, അതിനുശേഷം എന്താന്ന് വെച്ചാൽ ചെയ്യാന്ന് പറഞ്ഞു. ഈ സമയത്ത് ജലജ അബിയെ അവന്തികയും വിളിച്ചു. എന്നിട്ട് നാഗേന്ദ്രനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഒരു കാരണവശാലും അയാളുമായിട്ട് അടുക്കാൻ പോയേക്കരുത്, അയാൾ കൊടും വിഷമാന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ അബി പറഞ്ഞു, എൻ്റെ അമ്മ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല. ഏൻ ജ്വല്ലറിയുടെ MD ആണ് എൻ്റെ അച്ഛൻ. അമ്മ ഇപ്പൊ ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇവിടെ ഇങ്ങനെ നാണം കെട്ട് കിടക്കുന്നേക്കാളും ഭേദം അച്ഛൻ്റെ കൂടെ പോയി ജീവിക്കുന്ന. നീ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചുകൊണ്ട് ജലജയം കൂടി വന്നു. അമ്മ കൂടുതലൊന്നും പറയണ്ട. ഓഹോ, അപ്പൊ നീ നിന്റെ അച്ഛനെ പോയി കണ്ടല്ലേ? അബി ആകപ്പാടെ ഒന്ന് വേർത്തുപോയി. എടാ എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പൊ അങ്ങനെയാന്ന്, നീ നിന്റെ അച്ഛനെ കാണാൻ പോയെന്ന്. എന്നാലും ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ലടാ. ആ സമയത്ത് അവന്തി പറഞ്ഞു, അമ്മേ അച്ഛൻ പാവാന്ന് പറഞ്ഞു. ഈ സമയം നവ്യ അങ്ങോട്ടേക്ക് വന്നു. നവ്യ പറഞ്ഞത് കേൾക്കുന്നുണ്ടായിരുന്നു. ഓഹോ, അപ്പൊ ഇവരെല്ലാരും പോയി കാണുന്നൊക്കെ ഉണ്ട്, കാര്യങ്ങൾ അങ്ങനെയാണ്. അപ്പൊ അവന്തിക നല്ല രീതിയിൽ ചതിച്ചുകൊണ്ടിരിക്കുകയാണ് അനിയുടെ ജീവിതത്തിലേക്ക് വന്നിട്ട്. അപ്പോഴേക്കും അബി പറഞ്ഞു, അമ്മേ അച്ഛൻ ഇങ്ങോട്ടേക്ക് വന്നത് തന്നെ അനന്തപുരിക്കാരുള്ള പ്രതികാരം ചെയ്യാനായിട്ടാ. ഏൺ ജ്വല്ലറിയെ തകർത്തോണ്ടല്ലേ മൂർത്തി ജ്വല്ലറി വീണ്ടും ഒന്നാമത് എത്തിയിരിക്കുന്നത്. അമ്മേ ഏൺ ജ്വല്ലറി വീണ്ടും കുതിച്ചു വരുവാണെങ്കിൽ അമ്മ ആരാ? അറിയാലോ, ഇതുവരെയായിട്ടും അമ്മയെ ഡിവോഴ്സ് ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ അമ്മയെ ഉപേക്ഷിച്ച് അച്ഛൻ പോയതിന് ശേഷം വേറൊരു കല്യാണം കഴിക്കും ആരെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. ആ അച്ഛൻ്റെ ഭാര്യ ഇപ്പോഴും അമ്മ തന്നെയാണെന്ന് പറഞ്ഞു. അല്ലാതെ വേറെ ആരുമല്ല, ആ സ്ഥാനത്തേക്ക് ആരും വന്നിട്ട് പോലുമില്ല. അമ്മയാണത് മനസ്സിലാക്കാതെ പോയെന്ന് പറഞ്ഞു. ജലജയ്ക്ക് ആകെപ്പാടെ കൺഫ്യൂഷൻ. പണ്ടത്തെ പോലെ ഒന്നും അല്ലല്ലോ, ഇപ്പം നാഗേന്ദ്രന് കുറച്ച് വരുമാനം ഉണ്ട്. പണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ ആളെയല്ല, ജ്വല്ലറികളൊക്കെ സ്വന്തമായിട്ടുണ്ട്, ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒടുവിൽ അബി പറഞ്ഞു, അമ്മ ഞങ്ങൾക്ക് എന്താണെങ്കിലും ഞങ്ങളുടെ അച്ഛനെയും വേണം എന്ന് പറഞ്ഞു. ജലജ ആകെപ്പാടെ പെട്ടുപോയി. ഒടുവിൽ ജലജ ഒരു കാര്യം തീരുമാനിച്ചു, നാഗേന്ദ്രനെ പോയി കാണാനായിട്ട്. അങ്ങനെ നാഗേന്ദ്രനെ പോയി കാണുമ്പോഴത്തേനും നാഗേന്ദ്രൻ ദേഷ്യപ്പെടുവാണ് ജലജയോട്. എനിക്ക് മനസ്സിലായടി, എനിക്കിപ്പോൾ ഒരു നല്ല കാലം എന്നറിഞ്ഞപ്പോൾ നീ എന്നെ കാണാൻ വേണ്ടി വന്നതല്ലേ? അന്ന് എന്നെ അവിടെ നിന്ന് അടിച്ചിറക്കണ സമയത്ത് നീ എന്നോടൊപ്പം വന്നോ? ജലജ പറഞ്ഞു, നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട. അന്ന് എന്തൊക്കെയാ സംഭവിച്ചേ നിങ്ങൾക്കറിയാലോ. നിങ്ങൾ അങ്ങോട്ട് ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണം ഉണ്ടായിരുന്നു. ഇനി നീ കൂടുതലൊന്നും പറയണ്ടെന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടെ വഴക്കടിക്കുന്നുണ്ട്. പിന്നീട് ജലജ പറഞ്ഞു, ഇപ്പം എന്താണെങ്കിലും അഭി പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഞാൻ എൻ്റെ മക്കളും അവിടെ കിടന്ന് നല്ലവണ്ണം കിടന്ന് വിഷമിക്കുന്നുണ്ട്, അറിയാവോ? എല്ലാവരുടെയും കുത്തുവാക്കുകൾ കേട്ട് അവിടെ കഴിയുന്നേ. അങ്ങനെ കുത്തുവാക്കുകൾ കേട്ട് കഴിയുമ്പോൾ എനിക്ക് നിങ്ങളോടുള്ള ദേഷ്യവും കൂടുമായിരുന്നു. ഒരു പക്ഷേ നിങ്ങൾ നല്ല രീതിയിൽ നിൽക്കുമായിരുന്നെങ്കിൽ എനിക്ക് അങ്ങനെ അവിടെ കുത്തുവാക്കുകൾ കേട്ട് കിടക്കേണ്ട വരില്ലായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജലജ കരയുന്നുണ്ട്. ഒടുവിൽ നാഗേന്ദ്രൻ പറഞ്ഞ്, സാരമില്ല പോട്ടെ എന്നൊക്കെ പറഞ്ഞ് ജലജയെ സമാധാനിപ്പിക്കുകയാണ്. ഈ സമയത്ത് അനിയുടെ മനസ്സിൽ ഒരേ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ, ഇങ്ങനെയെങ്കിലും കല്യാണം മുടങ്ങണമെന്ന്. നവ്യ എന്ത് ചെയ്തു? ഒടുവിൽ ആദർശിന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് അയച്ചു. അജ്ഞാത മെസ്സേജ് ഇടയ്ക്ക് വരാറുണ്ടല്ലോ. അവന്തികയും നാഗേന്ദ്രനും തമ്മിൽ അടുപ്പമുണ്ട്, അവർ തമ്മിൽ കണ്ടുമുട്ടാറുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ. ആ മെസ്സേജ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആദർശം ഇങ്ങനെ നോക്കി. അപ്പൊ ഇതിനു മുമ്പ് അവര് ആ അജ്ഞാത ഫോണിൽ നിന്ന് വന്ന മെസ്സേജസ് എല്ലാം കൃത്യമായിരുന്നു.
അങ്ങനെയാണെങ്കിൽ അവന്തിക ചതിച്ചോണ്ടിരിക്കുവാണ് ഈ കുടുംബത്തെ എന്നൊരു ചിന്ത. എത്രയും പെട്ടെന്ന് ആ കള്ളത്തരം പൊളിക്കണം എന്ന് തന്നെ മനസ്സിലായി. അങ്ങനെ ഒടുവിൽ എന്ത് ചെയ്തു, അവന്തികയെ പിന്തുടരുവാണ് ആദർശ്. അങ്ങനെ പിന്തുടർന്ന് കഴിഞ്ഞപ്പോഴാണ് അവന്തിക നാഗേന്ദ്രനെ കാണാൻ പോകുന്ന കാര്യങ്ങളെല്ലാം അറിയുന്നത്. പിന്നെ ആ കല്യാണം നടക്കും, ഒരു കാരണവശാലും ഇല്ല. ഇനി മുത്തശ്ശന് ഉറപ്പിച്ച കല്യാണമാണ് ശരി. ആദർശ് പറയും, കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് പറയും. അങ്ങനെ വന്നാൽ ഉറപ്പായിട്ടും കല്യാണം മുടങ്ങും. എല്ലാത്തിനെയും അടിച്ചിറക്കുകയും ചെയ്യും. കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കിക്കുന്ന കാര്യം മുത്തശ്ശൻ ചെയ്തോളും. അപ്പൊ അതിന്റെ കഥകളൊക്കെയാണ് കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.